നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു. മുനിസിപ്പൽ കൌൺസിലർ ജോസഫ് ചാക്കോ, കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊകലത്ത്, രജത നിറവ് രക്ഷാധികാരി ആന്റണി കണ്ടംകുളത്തി, PTA പ്രസിഡന്റ് ഷാജു ജോസ് ചിറയത്ത്, ലിൻസൺ ഊക്കൻ, റപ്പായി പന്തലിപ്പാടൻ, റിജോ ജോസ്, ബിജു ആന്റണി, ജിൻസൺ ജോർജ്, ഷീജ MJ, ഡൊണാൾഡ് ജോർജ്, ക്രിസ്റ്റഫർ CB എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഷാലി AT റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടെൽസൺ കോട്ടോളി നന്ദിയും പറഞ്ഞു. തിരിച്ചറിവിനും തിരിച്ചു നടത്തത്തിനും ഒരു പുനരർപ്പണത്തിനുമുള്ള സമയമാണ്. എനിക്ക് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറിയോട്, അതുപോലെ തന്നെ സെന്റ് മേരീസ് സ്കൂളിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. ഞാൻ ആദ്യമായിട്ട് തിരുപ്പട്ടം സ്വീകരിച്ച് ആദ്യമായിട്ട് കൊച്ചച്ഛനായിട്ട് വന്നത് ഈ കത്തീഡ്രൽ ഇടവകയിലാണ്. ആ കാലയളവിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ SSLC ആദ്യമായിട്ട് പരീക്ഷ എഴുതുകയും 100% വിജയം കൈവരിക്കുകയും ചെയ്തത്. തുടർന്നാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഈ സെന്റ് മേരീസിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു 100% വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അന്നത്തെ അധ്യാപകർ വളരെയേറെ കഷ്ടപ്പെട്ടത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഹൈസ്കൂള് എന്നും നല്ല നിറവോടുകൂടെ 100% വിജയം കൈവരിക്കുമായിരുന്നു. 25 വർഷം മുമ്പ് ഹയർ സെക്കൻഡറി ആരംഭിച്ചു. ഹയർ സെക്കൻഡറിയും ഇന്ന് നല്ല വിജയം കരസ്ഥമാക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. 2025 റിസൾട്ട് അനുസരിച്ച് 247 പേരിൽ 244 പേരും വിജയിക്കുകയും ഒരു വിദ്യാർത്ഥി 1200 1198 മാർക്ക് വാങ്ങിക്കുകയും ചെയ്തുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ സേതുമാധവൻ പറയംവളപ്പിൽ, സിജോയ് തോമസ്, PT ജോർജ്, സതീഷ് കാട്ടൂർ, മുനിസിപ്പൽ കൌൺസിലർ മാഗി വിൻസെന്റ്, യുവ കോർഡിനേറ്റർമാരായ ആർത്തർ വിൻസെന്റ്, വിവേക് വിൻസെന്റ്, ഷൈനി ജോജോ, അജിത സദാനന്ദൻ, തുഷാര ഷിജിൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ഫിലിപ്പ് ഓളാട്ടുപുറം, നൈജു ജോസഫ്, അഷ്റഫ് പാലിയത്താഴത്ത്, ND പോൾ, ജോൺസൺ കോക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. നാടിൽ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ നാടിന്റെ മുക്കിലും മൂലയിലും വളരെ വലിയ നിലയിലുള്ള വികസനത്തിൻ്റെതായിട്ടുള്ള വലിയ പരിഷ്കാരങ്ങൾ വരുത്താൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ ചെയ്യാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ടില്ലേ ഇന്ത്യയിൽ ആദ്യമായി എല്ലാ വീടുകളിലേക്കും വൈദ്യുതി എത്തിച്ചു കൊടുത്ത നിയോജകമണ്ഡലം ആദ്യത്തെ നിയോജകം ഇരിങ്ങാലക്കുടയായി മാറി. ഭാരതത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു നീക്കമുണ്ടായില്ല. പക്ഷെ ഇരിങ്ങാലക്കുടയിൽ വൈദ്യുതി കണക്ഷൻ ആവശ്യമുണ്ട് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വൈദ്യുതി കണക്ഷൻ കൊടുത്തുകൊണ്ട് വലിയ വെളിച്ച വിപ്ലവം നമ്മൾ ഇരിങ്ങാലക്കുട നടത്തി. വലിയ മാറ്റമാണ് ഇരിങ്ങാലക്കുട നടത്തിയത്. അതുപോലെ കേരളത്തിൽ ആദ്യമായി എല്ലാ കുട്ടികളെയും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകി പഠിപ്പിച്ചത് നമ്മളാണ്. അങ്ങനെ എത്രയും വികസനങ്ങൾ
പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഓഫീസുകൾ ഒക്കെ തന്നെ നമ്മൾ ഈ നാട്ടിൽ കൊണ്ടുവരികയുണ്ടായി. ഇപ്പോൾ വലിയ നിലയിൽ കൊട്ടിഘോഷിക്കുന്ന ഗാണ ചന്തക്കുന്ന് വികസനം നമ്മൾ MLA ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ നമ്മൾ ASM TSM വാങ്ങി, നമ്മൾ തുക 11 കോടി രൂപ വാങ്ങി വികസനത്തിന് ആവശ്യമാകുന്ന അക്വയർമെന്റ് വരെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ തുടങ്ങി വെച്ച പദ്ധതിയാണ്. കഴിഞ്ഞ 10 വർഷമായി ഒച്ചിഴയുന്ന പോലെ നീങ്ങി അവസാനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ വലിയ ഇതിൽ കൊണ്ടുപോകുന്നു എന്നതിൽ ഗമ കാണിക്കാൻ വേണ്ടി നടത്തുന്നത്. അതും പദ്ധതിയല്ല, നമ്മൾ കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇരിങ്ങാലക്കുട നഗരസഭയുടെയും ജനറൽ ആശുപത്രി ഇരിങ്ങാലക്കുടയുടെയും പോർത്തുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കെയർ രോഗി ബന്ധു സംഗമം മുനിസിപ്പൽ ടൗൺ ഹാളിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് VC വർഗീസ്, മിനി ജോസ് ചാക്കോള, റോണി പോൾ മാവേലി, പ്രവീൺ സ്നാറ്റുവെട്ടി, മുനിസിപ്പൽ കൌൺസിലർ TK ഷാജു എന്നിവർ ആശംസകൾ നേർന്നു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MG ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സന്റെ നേതൃത്വത്തിൽ സംഗമത്തിൽ പങ്കെടുത്ത കുടുംബങ്ങൾക്ക് പാരിതോഷികങ്ങൾ സമ്മാനിച്ചു. മാതാപിതാക്കൾ ഉണ്ടായിരിക്കില്ല, അതേപോലെ ഒരു മാതാവാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ വേദനകൾ എനിക്കറിയാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ട സ്വാന്തനം അത്യാവശ്യമാണെന്നും അറിയാം. അപ്പോൾ അതിനു വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്നേഹവിരുന്ന് കിട്ടുന്ന സമയം സന്തോഷത്തോടെ, ഒരു സെക്കൻഡ് ഉള്ളെങ്കിൽ പോലും നമ്മളത് ആരായാലും സന്തോഷത്തോടെ അതിനെ ഉൾക്കൊള്ളുക, ജീവിക്കുക. അതാണ്. അസുഖങ്ങൾ വരും, അത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ എൻ്റെ മകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് മകളെ പരിചരിക്കാൻ സാധിച്ചല്ലോ. അതോടൊപ്പം തന്നെ വേറെ ഞാൻ തിരിച്ച് ചിന്തിക്കും, പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു, ഒന്ന് താലോലിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും കിട്ടാതെ വരുന്നൊരവസ്ഥ. ആ തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനേയും തരണം ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എല്ലാവരോടും വീണ്ടും വീണ്ടും പറയാണ്, മനസ്സിന് ശക്തി കൊടുത്തുകൊണ്ട് നാളേക്കുള്ള ഓരോ സെക്കൻഡും സന്തോഷത്തോടെ നമ്മൾ മുന്നോട്ട് പോകാൻ മനസ്സിനെ പാകപ്പെടുത്തണം. കുടുംബാംഗങ്ങളും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കണം. ഈ അസുഖം വരുമ്പോൾ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മാതൃഭൂമി ലേഖകനും പ്രസ് ക്ലബ് അംഗവുമായിരുന്ന മൂർഖനാട് സേവ്യറിന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശക്തി സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കഥകളി ആചാര്യൻ കലാനിലയം രാഘവനാശാൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷോബി K പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശക്തി സാംസ്കാരിക വേദി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കിഴുത്താണി അനുസ്മരണ പ്രഭാഷണം നടത്തി. തുമ്പൂർ ലോഹിതാക്ഷൻ, PK ഭരതൻ മാസ്റ്റർ, ഡോക്ടർ ഹരീന്ദ്രനാഥ്, കാരളം രാമചന്ദ്രൻ, E അപ്പു മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. VR സുകുമാരൻ സ്വാഗതവും KK ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. 1939 മെയ് 5 പുത്തൻ വീട്ടിൽ അന്തോണിയുടെയും കുഞ്ഞിലയുടെയും മകനായി മൂർഖനാട് ആണ് ജനിച്ചത്. ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനി അതിന് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന സ്ഥലമൊന്നും പറയേണ്ട കാര്യം. ബാല്യകാലം ദുരിതം നിറഞ്ഞതായിരുന്നു. മൂർഖനാട് സ്കൂളിലായിരുന്നു പഠനം. ചെറുപ്പം മുതൽ കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ താല്പര്യം. 7 പഠിക്കുമ്പോൾ മുതൽ സ്വന്തമായി കഥയും നാടകവും ഗാനങ്ങളും എഴുതിയിരുന്നു. പഠനത്തോടൊപ്പം പത്രരചനയായി. 57 നാടകത്തിൻ്റെ രചനയും സംവിധാനവും നടത്തി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേരള ടൈംസ് പത്രത്തിൻ്റെ ലേഖകനായി. പിന്നീട് ഫാദർ വടക്കൻ്റെ തൊഴിലാളിയിലും ജയകാഹളത്തിലും ലേഖകനായി വന്നപ്പോഴാണ് മൂർഖനാട് സേവ്യർ എന്ന ഈ വെറും സേവ്യർ എന്ന് മാത്രം പേര് വിളിച്ചിരുന്നത് മാറി മൂർഖനാട് സേവ്യർ എന്ന് അറിയപ്പെട്ടു. തുടർന്ന് മാതൃഭൂമി ലേഖകനായ സേവ്യർ 3 പതിറ്റാണ്ടുകൾ മാതൃഭൂമിയിൽ തുടർന്നു. ഒട്ടേറെ
അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട 0480 ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തിയേറ്റർ ഫെസ്റ്റിവലിന് വെള്ളിയാഴ്ച തുടക്കമാവും. ലോകോത്തര നിലവാരം പുലർത്തുന്ന 7 നാടകങ്ങളാണ് 18 വരെ നീണ്ടു നിൽക്കുന്ന തിയേറ്റർ ഫെസ്റ്റിവലിൽ അരങ്ങേറുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മുതൽ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നാടകങ്ങൾ അരങ്ങേറുക. 18-ന് വൈകിട്ട് 5-ന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ വേദിയിലായിരിക്കും നാടകങ്ങൾ അരങ്ങേറുക. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ്, മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, ചലച്ചിത്ര സംവിധായകരായ സത്യൻ അന്തിക്കാട്, കമൽ, പ്രിയനന്ദൻ, എഴുത്തുകാരായ NS മാധവൻ, സിബി കെ തോമസ് എന്നിവർ പങ്കെടുക്കും. ഇരിങ്ങാലക്കുട ആസാദ് റോഡ് ഇളയേടത്ത് ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും താലപ്പൊലി മഹോത്സവവും ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, കളമെഴുത്തുപാട്ട്, പറനിറപ്പ്, നന്ദുണിപ്പാട്ട്, നവകം, പഞ്ചഗവ്യം, നവകാഭിഷേകം, പ്രസാദൂട്ട്, എഴുന്നള്ളിപ്പ്, പന്തീരാഴി, ചുറ്റുവിളക്ക്, നിറമാല, താലിവരവ്, അത്താഴപൂജ, തായമ്പക, എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.